ഈ ചിരി എന്താണെന്നല്ലേ, ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പം മുതൽ ഒരാളുടെ ചിരിയിലാട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, നല്ല നാടൻ പയർ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പം പയർ മെഴുക്കുവരട്ടി വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ട് പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതേപോലെ ഒരു 8-10 കൊച്ചുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇനി ഈ ചതച്ച് വെച്ച കൊച്ചുള്ളിയിലേക്ക് നമുക്ക് ചതച്ച് വെച്ച കുറച്ച് മുളകും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇടിച്ചെടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്ക് നല്ല മണമായിരിക്കും. ആ സമയത്ത് നമ്മൾ പയറൊന്നും മെഴുക്കോട്ട് വയ്ക്കേണ്ട, ഈ മുളക് കൂട്ടി അങ്ങ് കഴിക്കാമെന്ന്. അത്രയ്ക്ക് സ്മെല്ലാണ് ഇത് രണ്ടും കൂടെ ചതയ്ക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇനി നമുക്കിത് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുത്ത് ഒന്ന് വഴിച്ചെടുക്കുക. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ പയറൊക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണേ. ഇനി നമ്മൾ ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടപ്പ് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. വീണ്ടും മൂടി വെച്ചൊന്ന് വേവിക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇളക്കിയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ. ഇങ്ങനെ വരട്ടി നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള നമ്മളുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം പോയിട്ട്